നമസ്കാരം, വിനിയാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് വെണ്ടയ്ക്ക ഉള്ളിയും മുളകും പുരട്ടിയത്. ഇത് പാലക്കാടൻ സ്റ്റൈലിൽ ഉണ്ടാക്കണ ഒരു സംഭവമാണ് കേട്ടോ. പക്ഷെ അതില് വെണ്ടയ്ക്ക ഞാൻ ഇവിടെ കഴുകി അതിന്റെ ഞെട്ടും തലഭാഗവും അതിന്റെ ഇതൊക്കെ മുറിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോ ഇത് മുറിക്കണ ഒരു സ്റ്റൈലാണ് പ്രത്യേകത. രണ്ടാക്കുക, അറിയാലോ വൃത്തികേടുണ്ടോന്നൊക്കെ നോക്കുക. എന്നതിന് ശേഷം വീണ്ടും നടുവ് കൂടെ മുറിച്ചിട്ട് ഓക്കെ, എന്നിട്ട് അതിനെ ഒന്നും കൂടി വീണ്ടും മാക്സിമം തിന്നാക്കുക എന്നാണ് നോക്കേണ്ടത് കേട്ടോ. ഇതാ ഇപ്പൊ ഇതിങ്ങനെ കണ്ടില്ലേ, ആയില്ലേ? ഇനി ഇതിനെ നമ്മള് ഇങ്ങനെ മുറിക്കും. ഇപ്പൊ ഇങ്ങനെയാണ് എല്ലാ വെണ്ടയ്ക്കയും ഞാൻ മുറിക്കാൻ പോണത്. എന്നിട്ട് ഇനി എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ വെണ്ടയ്ക്കയുടെ അരപ്പിന് നമ്മൾ എടുത്തിരിക്കുന്നത് ഉള്ളിയും ചതച്ച എന്താ പറയാ നമ്മുടെ ഉണക്കമുളകിന്റെയാണ്. ചില്ലി ഫ്ലേക്സ് എന്ന് പറയുന്നത്. പൊതുവെ ചെറിയ ഉള്ളിയും വറമുളകും വെച്ചിട്ട് അമ്മിയിൽ അരക്കലാണ് പതിവ്. ഇപ്പൊ അതൊന്നും നടക്കണ പ്രശ്നമില്ലല്ലോ, ഒരു കാര്യം നടക്കൂല്ല. അപ്പൊ ചെറിയ ഉള്ളിയൊന്നും ഞാൻ മുറിച്ചിട്ടില്ല. ഒരു വലിയ സവോള എടുത്തിട്ടുണ്ട്. ആൻഡ് ചില്ലി ഫ്ലേക്സും ആഡ് ചെയ്തിട്ട് ഞാൻ എങ്ങനെയാണ് അതിനെ ചതച്ചു അരച്ചു എന്നുള്ളൊരു രീതിയിലാണ് എടുത്തിട്ട് നമുക്ക് പെരട്ടേണ്ടത് കേട്ടോ. അപ്പൊ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോ ഇതാ ഇതുപോലെ അതിന്റെ മുകളിൽ കാണുന്നത് ഉപ്പാണ്. ഉപ്പിട്ടിട്ട് അരക്കരുത് കേട്ടോ, വല്ലാണ്ട് കശക്കും. അപ്പോ ഇതുപോലെയാണ് നമ്മള് ഉള്ളി മുളകിനെയും അരച്ചെടുക്കണത്. കണ്ടോ, ഇതാ ഇതുപോലെ. എന്നിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് ഇങ്ങനെ ആക്കി വെക്കുക. ഏത് പാനിലാണോ ചെയ്യാൻ പോണത് വെച്ചാല് അതിൽ. ഓക്കെ, ഇനി മുറിച്ച് വെച്ച വെണ്ടയ്ക്ക ഇടുക. ഓക്കെ, എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തൈരും ചോറും ഈ ഉപ്പേരിയും ഇതൊക്കെ ഒരു രക്ഷയില്ല. ചില കോമ്പിനേഷൻസ് ഉണ്ടല്ലോ, എന്താ ആരതൊക്കെ കണ്ടുപിടിക്കണമെന്നാണ്. നന്നായിട്ട് ഇങ്ങനെ പുരട്ടിയിട്ട് എല്ലാവരെയും ആക്കുക കേട്ടോ. വഴുവഴുപ്പൊക്കെ ഉണ്ടാവും, അതൊന്നും സാരമില്ല, അതൊക്കെ പൊക്കോളും വെളിച്ചെണ്ണ തട്ടുമ്പോഴേ. അപ്പോൾ ഇങ്ങനെ ആക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റിന് വെക്കുക. എന്നിട്ട് ഇതേ പാനിൽ അങ്ങോട്ട് നമുക്ക് വഴറ്റാൻ തുടങ്ങാം. അപ്പം അരമണിക്കൂറൊക്കെ ഞാൻ പുരട്ടി വെച്ച് കഴിഞ്ഞു. എന്നിട്ട് ഇത് ഗ്യാസ് കത്തിച്ചിരിക്കുകയാണ്. പാനിൽ അത് ഇട്ടിട്ട് അതേ പാനിലാണല്ലോ. ഇനി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ, ഒരുപാട് അങ്ങോട്ട് ഇളക്കി കൊളാക്കണ്ട. തൊടുമ്പോൾ വെണ്ടയ്ക്ക വഴുതിനിങ്ങ സംഭവങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ വളരെ പതുക്കെ. ഇളക്കുണ്ടോയെന്ന് ചോദിച്ചാൽ ഇളക്കുന്നു, എന്നാൽ അവരെ നോവിക്കും വേണ്ട. ദ്രോഹിക്കാത്ത പോലെ ഇളക്കുക കേട്ടോ, എന്നാലേ ആ ഒരു ലുക്ക് കിട്ടുന്നു. ഓക്കെ, ഇത് ഭയങ്കര വഴുവഴുപ്പാണല്ലോ എന്ന് തോന്നും. ഇല്ല ഇല്ല, അത് കിടന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒക്കെ നന്നായിരിക്കും കേട്ടോ. അപ്പം ഇനിയിപ്പോൾ കാണിച്ചു തരാം. ഒരു രക്ഷയില്ലാത്ത മണം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റേജ്. കേട്ടോ, ഈ കാണുന്ന സാധനമില്ലേ, ഈ മൊരിഞ്ഞിരിക്കുന്നത്, ഇതാണ് ഏറ്റവും ഹിറ്റ്. ഇതൊക്കെ എപ്പോഴാ ഒന്നാവാനും പറഞ്ഞ് കാത്തിരിക്കുന്ന പോലെയാണ് ഞാൻ. ഇനിയും ആവാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സൈഡിനൊക്കെ എടുത്ത് വഴറ്റിയിട്ട് വീണ്ടും ഒന്ന് പരത്തി വിടാം. ഒന്ന് ആയിക്കോട്ടെ. അപ്പോൾ സംഭവം ആയി. കണ്ടോ, ഇപ്പൊ കണ്ടില്ലേ, ഒരു വഴുവഴുപ്പുമില്ല, ഒന്നുമില്ല. വേണമെങ്കിൽ കുറച്ചും കൂടി മൊരിക്കാട്ടോ.
ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പ്രസന്റ് ചെയ്യാം. യം യം യം.